സജ്ജനങ്ങൾക്ക് പ്രണാമം. ഇന്ന് അധ്യാത്മരാമായണത്തിൽ ആരണ്യകാണ്ഡത്തിലെ രാവണ മാരീച സംവാദം, സീത അപഹരണം തുടങ്ങിയ ഭാഗങ്ങളാണ് പാരായണം ചെയ്ത് അനുസ്മരിക്കുന്നത്. ശ്രീരാഘവം ദശരഥാത്മജമപ്രമേയം സീതാപതിന്റെ കുകുലന്വയരത്നദീപം അജാനുബാഹുമരവിന്ദദളായതാക്ഷം രാമം നിശാചരവിനാശകരം നമാമി. ആപദാമപകർത്താരം ദാതാരം സർവസംഭദം ലോകാഭിരാമം ശ്രീരാമം ഭൂയോ ഭൂയോ നമമ്യഹം. രാമായ രാമചന്ദ്രായ രാമഭദ്രായ വേദസേ രഘുനാഥായ നാഥായ സീതായ പദയേ നമഃ. മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതം വരിഷ്ഠം വാദാത്മജം വാനരയൂഥമുഖ്യം ശ്രീരാമദൂതം ശിരസാ നമാമി. ആഞ്ജനേയമതിപാടലാനനം കാഞ്ചനദ്രികമനീയ വിഗ്രഹം പാരിജാതതരുമൂലവാസിനം ഭാവയാമി പവമാനനന്ദനം. യത്ര യത്ര രഘുനാഥ കീർത്തനം തത്ര തത്ര കൃതമസ്തകാഞ്ജലിം ബാഷ്പവാരി പരിപൂർണലോചനം മാരുതിം നമത രാഷ്ട്രസന്തകം. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ ശ്രീരാമ രാമ രാമ സീതാഭിരാമ രാമ ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ ശ്രീരാമ രാമ രാമ രാവണാന്തക രാമ ശ്രീരാമ മമ കൃതി രമതം രാമ രാമ ശ്രീരാഘവാത്മാ രാമ ശ്രീരാമ രമാപദേ ശ്രീരാമ രമണീയ വിഗ്രഹ നമസ്തുതേ. നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമഃ. രാവണമാരീച സംവാദം. ഇത്തരം നിരൂപിച്ചു രാത്രിയും കഴിഞ്ഞത് ചിത്രഭാനുവും ഉദയദ്രിമൂർധനി വന്നു. തേരതിലേറിയിടിനാൻ ദേവസഞ്ജയ വൈരി പാരാതെ പാരാപാരപാരമം വീരം തത്ര മാരീചാശ്രമം പ്രാപിച്ചിടിനാൻ അതിദ്രുതം. ഘോരനാം ദശാനനൻ കാലഗൗരവത്തോടും മൗനവും പൂണ്ട് ജടാവൽക്കലാദിയും ധരിച്ച് ആനന്ദാത്മകനായ രാമനെ ധ്യാനിച്ചുള്ളിൽ രാമരാമീതി ജപിച്ചുറച്ചു സമാധി പൂണ്ടാമോദത്തോടു മരുവീടിന മാരീചനും. ലൗകികാത്മനാ ഗൃഹത്തിങ്കലാഗതനായ ലോകോപദ്രവകാരിയായ രാവണൻ തന്നെ കണ്ടു സംഭ്രമത്തോടും ഉത്ഥാനവും ചെയ്തു പൂണ്ട് കൊണ്ടുതന്മാറിൽ അണച്ച ആനന്ദശ്രുക്കളോടും പൂജിച്ചു യഥാവിധി മാനിച്ചു ദശകണ്ഠൻ. യോജിച്ചു ചിത്തമപ്പോൾ ചോദിച്ചു മാരീചനും. എന്തോരാഗമനമിതേകനായി തന്നെ ഒരു ചിന്തയുണ്ടെന്ന പോലെ തോന്നുന്ന ഭാവത്തിങ്കൽ ചൊല്ലുക രഹസ്യമല്ലെങ്കിലോ ഞാനും തവ നല്ലത് വരുത്തുവാനുള്ളൊരു മുമ്പനല്ലോ. ന്യായമായി നിഷ്കൽമഷമായിരിക്കുന്ന കാര്യം മായ എന്നിയെ ചെയ്യുവാൻ മടിയില്ലെനിക്കേതും. മാരീചവാക്യമേവം കേട്ടു രാവണൻ ചൊന്നാൻ, ആരുമില്ലെനിക്കു നിന്നെ പോലെ മുട്ടും നേരം. സാകേതാധിപനായ രാജാവു ദശരഥൻ ലോകൈകാധിപനുടെ പുത്രന്മാരായുണ്ടുപോൽ രാമലക്ഷ്മണന്മാരെന്നിരുവരും ഇതുകാലം കോമളഗാത്രിയായോരങ്കനാരത്നത്തോടും ദണ്ഡകാരണ്യേ വന്നോ വാഴുന്നിതവർ ബലാലെന്നുടവകനിതൻ നാസികാകുശങ്ങളും കർണവും ഛേദിച്ചതു കേട്ടുടൻ ഖരാദികൾ ചെന്നിത് 14,000 അവരെയും നിന്നുതാൻ ഏകനായിട്ട് തീർത്തൂരണത്തിങ്കൽ
കൊന്നിത് 3.25 നാഴിക കൊണ്ടു രാമൻ. തൽ പ്രാണേശ്വരിയായ ജാനകി തന്നെ ഞാനും ഇപ്പോഴേ കൊണ്ടിങ്ങ പോന്നിടുവൻ. അതിന്നു നീ ക്ഷേമവർണ്ണം പൂണ്ടോരു മാനാചെന്നടവിൽ കാമിനിയായ സീത തന്നെ മോഹിപ്പിക്കണം. രാമലക്ഷ്മണന്മാരെ അകറ്റി ദൂരത്താക്കൂ. വാമഗാത്രിയപ്പോൾ കൊണ്ടു ഞാൻ പോന്നിടവൻ. നീ മമ സഹായമായിരിക്കൽ മനോരഥം മാമകം സാധിച്ചിടുമില്ല സംശയമേതും. പങ്ക്തികന്ധരവാക്യം കേട്ടു മാരീചനുള്ളിൽ ചിന്തിച്ചു ഭയത്തോടും ഈ വണ്ണമുര ചെയ്താൻ. ആരുപദേശിച്ചതു മൂലനാശനമായ കാര്യം നിന്നോടവൻ നിന്നുടെ ശത്രുവല്ലോ. നിന്നുടെ നാശം വരുത്തിയിടുവാൻ അവസരം തന്നെ പാർത്തിരിപ്പോരു ശത്രുവാകുന്നതവൻ. നല്ലത് നിനക്കു ഞാൻ ചൊല്ലുവിൻ കേൾക്കുന്നാകിൽ നല്ലതല്ലേതോ നിനക്കീ തൊഴിലറിക നീ. രാമചന്ദ്രങ്കേലുള്ള ഭീതി കൊണ്ട കഥാരിൽ മാമകേ രാജരത്ന രമണീരഥാദികൾ കേൾക്കുമ്പോൾ അതിഭീതനായുള്ളവരെ ഞാനോ നിത്യോ രാക്ഷസവംശം പരിപാലിച്ചു കൊള്ളുക നീയും. ശ്രീനാരായണൻ പരമാത്മാവു തന്നെ രാമൻ ഞാനതിൻ പരമാർത്ഥമറിയീൻ കേൾക്ക നീയും. നാരദാദികൾ മുനിശ്രേഷ്ഠന്മാ പറഞ്ഞുകൊണ്ട് ഓരോരോ വൃത്താന്തങ്ങൾ കേട്ടേൻ. പൗലസ്ത്യ പ്രഭോ പത്മസംഭവൻ മുന്നം പ്രാർത്ഥിച്ച കാലം നാഥൻ പത്മലോചനരുൾ ചെയ്തത് വാത്സല്യത്താൽ എന്തു ഞാൻ വേണ്ടുന്നത് ചൊല്ലുകന്നത് കേട്ട് ചിന്തിച്ചു വിധാതാപമർത്തിച്ചു. ദയാനിധേ നിന്തിരവടി തന്നെ മാനുഷവേഷം പൂണ്ട് പങ്ക്തികന്ധരൻ തന്നെ കൊല്ലേണം മടിയാതെ. അങ്ങനെ തന്നെ എന്ന സമയം ചെയ്തു നാഥൻ മംഗളം വരുത്തുവാൻ താപസർക്കെല്ലാം. മാനുഷനല്ല രാമൻ സാക്ഷാൽ ശ്രീനാരായണൻ താനെന്നു ധരിച്ചു സേവിച്ചു കൊള്ളുക ഭക്തിയ. പോയാലും പുറമ്പൊക്ക് സുഖിച്ചു വസിക്ക നീ മായാ മാനുഷൻ തന്നെ സേവിച്ചു കൊള്ളുക നിത്യം. എത്രയും പരമകാരുണികൻ ജഗന്നാഥൻ ഭക്തവത്സലൻ ഭജനീയനീശ്വരൻ നാഥൻ. മാരീചൻ പറഞ്ഞത് കേട്ട് രാവണൻ ചൊന്നാൻ നേരത്രേ പറഞ്ഞതു നിർമ്മലനല്ലോ ഭവൻ. ശ്രീനാരായണ സ്വാമി പരമൻ പരമാത്മാതാൻ അരവിന്ദോദ്ഭവൻ തന്നോട് സത്യം ചെയ്തു മർത്തനായി പിറന്നെന്നെ കൊല്ലുവാൻ ഭാവിച്ചത് സത്യസങ്കൽപ്പനായ ഭഗവൻ താനെങ്കിലോ പിന്നെ യൗവണ്ണമല്ലെന്നാക്കുവാൻ ആളാരിടോ. നന്നു നിന്നജ്ഞാനമോ ഞാനിങ്ങനെ യോർത്തിയിലൊട്ടും ഒന്നുകൊണ്ടും ഞാൻ അടങ്ങിയിടുകയില്ല നൂനം. ചെന്ന മൈഥിലി തന്നെ കൊണ്ടുപോരുക വേണം. ഉത്തിഷ്ട മഹാഭാഗ പൊന്മാന ചമഞ്ഞു ചെന്നെത്രയോ മകറ്റുക രാമലക്ഷ്മണന്മാരെ. അന്നേരം തേരിലേറ്റിക്കൊണ്ടിങ്ങ് പോന്നിടുവൻ. പിന്നെ നീ യഥാസുഖം വാഴുക മുന്നേ പോലെ. ഒന്ന് നീ മുറുത്ത് ഉര ചെയ്യുന്നതാകിൽ എന്നുടെ വാൾക്ക് ഊണാക്കിയിടുന്നതുണ്ടു നിന്നെ. എന്നത് കേട്ടു വിചാരിച്ചു മാരീചനും നന്നല്ല ദുഷ്ടായുധമേറ്റു നിര്യാണം വന്നാൽ ചെന്നുടൻ നരകത്തിൽ വീണുടൻ കിടക്കണം. പുണ്യസഞ്ചയം കൊണ്ട് മുക്തനായി വരുമല്ലോ. രാമസായകമേറ്റു മരിച്ചാൽ എന്നു ചിന്തിച്ചാമോദം പൂണ്ടു പുറപ്പെട്ടാലും എന്നു ചൊന്നാൻ. രാക്ഷസരാജാ ഭവാൻ ആജ്ഞാപിച്ചാലുമെങ്കിൽ സാക്ഷാൽ ശ്രീരാമൻ പരിപാലിച്ചു കൊള്ളുക പോറ്റി. എന്നുര ചെയ്തു വിചിത്രാകൃതി കലർന്നോരോ പൊൻനിറമുള്ളോരു മൃഗവേഷവും പൂണ്ടൻ. പങ്ക്തികന്ധരൻ തേരിലമ്മാറ് കയറിടാൻ ചെന്താർബാണനും തേരിലേറിനാനതു നേരം. ചെന്താർമോനിനിയായ ജാനകി തന്നെയുള്ളിൽ ചിന്തിച്ചു ദശാസന മന്ദനായി ചമഞ്ഞത്. മാരീചൻ മനോഹരമായൊരു പൊന്മാനാ ചാരുപുള്ളികൾ വെള്ളികൊണ്ടു നേത്രങ്ങൾ രണ്ടും നീലക്കൽ കൊണ്ട് ചേർത്തു മുഗ്ധഭാവത്തോട് ഓരോരോ ലീലകൾ കാട്ടി കാട്ടിലുൾപ്പുക്കൂ. പിന്നെ വേഗേന പുറപ്പെട്ടും തുള്ളിച്ചാടിയോ അനുരാഗഭാവേന ദൂരെ പോയി നിന്നു കടാക്ഷിച്ചും. രാഘവാശ്രമസ്ഥലോഭാന്തേ സഞ്ചരിക്കുമ്പോൾ രാഗേന്ദ്രമുഖ സീത കണ്ടു വിസ്മയം പൂണ്ട.
രാവണ വിചേഷ്ടിതങ്ങളറിഞ്ഞതാ രഘുനാഥൻ ദേവിയോടരുൾ ചെയ്താൻ ഏകാന്തേ കാന്തേ കേൾനീ രക്ഷോ നായകൻ നിന്നെ കൊണ്ടുപോവതെന്നിപ്പോൾ വിക്ഷരൂപേണ വരുമന്തികേ ജനകജേ നീയൊരു കാര്യം വേണമതിന്നോ മടിയാതെ സീതയെ പർണശാലയിൽ നിർത്തിയിടണം വന്യമണ്ഡലത്തിങ്കൽ മറഞ്ഞു വസിക്ക നീ ധന്യേ രാവണവധം കഴിയുകൂടുവോളം ആശ്രയാസങ്കല രണ്ടിരുന്നിടണം ജഗദാശ്രയഭൂതേ സീതേ ധർമ്മരക്ഷാർത്ഥം പ്രിയേ രാമചന്ദ്രോക്തി കേട്ടു ജാനകി ദേവി താനും കോമളഗാത്രിയായ മായാസീതയെ തത്ര പർണശാലയിലാക്കി വന്യമണ്ഡലത്തിങ്കൽ ചെന്നിരുന്നിത മഹാവിഷ്ണുമായയും അപ്പോൾ മായാനിർമ്മിതമായ കനകമൃഗം കണ്ടു മായാസീതയും രാമചന്ദ്രനോടുര ചെയ്താൾ ഭർത്താവേ കണ്ടീലയോ കനകമയമൃഗമെത്രയും ചിത്രം ചിത്രം രത്നഭൂഷിതമിതം പേടിയില്ലതിന്നേതോ എത്രയോ അടുത്ത വന്നിടുന്നു ഞെരുക്കമുണ്ടെന്ന് തോന്നുന്നു താനും കളിപ്പാൻ അതിസുഖമുണ്ടിത് നമുക്കിങ്ങ് വിളിച്ചിടുക വരുമെന്ന് തോന്നുന്നു നൂനം പിടിച്ചുകൊണ്ടിങ്ങ് പോന്നിടുക വൈകിയിടാതെ മടിച്ചിടരുതേതും ഭർത്താവേ ജഗൽപതേ മൈഥിലി വാക്യം കേട്ടു രാഘവനരുൾ ചെയ്തു സോദരൻ തന്നോടു നീ കാത്തുകൊള്ളുക വേണം സീതയെ അവൾക്കൊരു ഭയവുമുണ്ടാകാതെ യാതുദാനന്മാരുണ്ട് കാനനം തന്നിലെങ്ങും എന്നരുൾ ചെയ്തു ധനുർബാണങ്ങളെടുത്തുടൻ ചെന്നിതു മൃഗത്തെ കൈകൊള്ളുവൻ ജഗന്നാഥൻ അടുത്തു ചെല്ലുന്നേരം വേഗത്തിലോടിക്കളഞ്ഞടുത്തുകൂടാ എന്ന് തോന്നുമ്പോൾ മന്ദം മന്ദം അടുത്തു വരുമപ്പോൾ പിടിപ്പാൻ ഭാവിച്ചിടും പടുത്ത മൂടു ദൂരെ കുതിച്ചു ചാടുമപ്പോൾ ഇങ്ങനെ തന്നെ ഒട്ടു ദൂരത്തായതു നേരം എങ്ങനെ പിടിക്കുന്നു വേഗമുണ്ടിതന്നേറ്റം എന്നുറച്ചാസ വിട്ടു രാഘവനൊരു ശരം നന്നായി തൊടുത്തുടൻ വലിച്ചു വിട്ടിടിനൻ പൊന്മാനം അതുകൊണ്ടു ഭൂമിയിൽ വീണ നേരം വൻമല പോലെയൊരു രാക്ഷസവേഷം പൂണ്ടാൻ മാരീചൻ തന്നെ ഇതോ ലക്ഷ്മണൻ പറഞ്ഞതു നേരത്രേ എന്ന് രഘുനാഥനും നിരൂപിച്ചു ബാണമേറ്റവനിൽ വീണപ്പോൾ മാരീചനും പ്രാണവേദനയോടെ കരഞ്ഞാൻ അയ്യോ പാപം ഹാഹാ ലക്ഷ്മണ മമ ഭ്രാതാവേ സഹോദര ഹാഹാ മേ വിധിബലം പാഹിമാം ദയാനിധേ ആതുരനാദം കേട്ടു ലക്ഷ്മണനോട് ചൊന്നാൾ സീതയും സൗമിത്രേ നീ ചെല്ലുക വൈകിയിടാതെ അഗ്രജനുടെ വിലാപങ്ങൾ കേട്ടിയിലേ ഭവാൻ ഉഗ്രന്മാരായ നിശാചരന്മാർ കൊല്ലും മുമ്പേ രക്ഷിച്ചു കൊള്ളുക ചെന്ന് ലക്ഷ്മണ മടിയാതെ രക്ഷോ വീരന്മാരിപ്പോൾ കൊല്ലുമല്ലെങ്കിലയ്യോ ലക്ഷ്മണനത് കേട്ടു ജാനകിയോട് ചൊന്നാൻ ദുഃഖിയായ ദേവി കേൾക്കണം മമ വാക്യം മാരീചൻ തന്നെ പൊന്മാനായി വന്നതവൻ നല്ല ചോരനെത്രയുമേവം കരഞ്ഞതവൻ തന്നെ അന്ധനായി ഞാനും ഇത് കേട്ടുപോയി അകലുമ്പോൾ നിന്തിരുവടിയെയും കൊണ്ടുപോയിടാമല്ലോ പങ്ക്തികന്ധരൻ തനിക്കതിനുള്ളുപായമീതന്തറിയാതെ അരുൾ ചെയ്യുന്ന അത്രയല്ല ലോകവാസികൾക്കാർക്കും ജയിച്ചുകൂടായല്ലോ രാഘവൻ തിരുവടി തന്നെ എന്നറിയണം ആർത്തനാഥവും മമ ജ്യേഷ്ഠനുണ്ടാകയില്ല രാത്രിചാരികളുടെ മായ ഇതറിഞ്ഞാലും വിശ്വനായകൻ കോപിച്ചിടുകല്ല രക്ഷണൽ വിശ്വസംഹാരം ചെയ്യുവാൻ പോരുമെന്നറിഞ്ഞാലും അങ്ങനെയുള്ള രാമന്തൻ മുഖാംബുജത്തിങ്കൾ നിന്നെങ്ങനെ ദൈന്യനാഥം ഭവിച്ചിടുന്നു നാഥേ ജാനകി അത് കേട്ടോ കണ്ണുനീർ തൂകി തൂകി മാനസേ വളർന്നോരു ഖേദകോപങ്ങളോടും ലക്ഷ്മണൻ തന്നെ നോക്കി ചൊല്ലിനാൾ അതു നേരം രക്ഷോ ജാതിയിലത്രേ നീയമുണ്ടായി നൂനം ഭ്രാതൃനാശനത്തിനത്രേ കാംക്ഷയാകുന്നു തവ ചേതസി ദുഷ്ടാത്മാവേ ഞാനിതോർത്തിയില്ലയല്ലോ രാമനാശനാകാംക്ഷിതനാകിയ ഭരതന്റെ കാമസിദ്ധ്യാർത്ഥം
അവൻ തന്നുടെ നിയോഗത്താൽ കൂടെ പോന്നിതു നീയും. രാമനു നാശം വന്നാൽ ഗൂഢമായെന്നെയും കൊണ്ടങ്ങ് ചെല്ലുവൻ നൂനം. എന്നുമേ നിനക്കെന്നെ കിട്ടുകയില്ല താനും, ഇന്നമൽ പ്രാണത്യാഗം ചെയ്വിൽ ഞാൻ അറിഞ്ഞാലും. ചേതസി ഭാര്യാഹരണദ്യോതനായ നിന്നെ സോദര ബുദ്ധ്യാ ധരിശീലരാഘവനേതും. രാമനെ ഒഴിഞ്ഞു ഞാൻ മറ്റൊരു പുരുഷനെ രാമപാദങ്ങളാണ് തീണ്ടുകയില്ലയല്ലോ. ഇത്തരം വാക്കുകൾ കേട്ടു സൗമിത്രി ചെവി രണ്ടും സത്വരം പൊത്തിപ്പുനരവനോ അവളോടുര ചെയ്താൻ. നിനക്കു നാശമടുത്തിരിക്കുന്നത് ഭാരമെനിക്കു നിരൂപിച്ചാൽ തൊടുത്തുകൂടാതാനും. ഇത്തരം ചൊല്ലുവാൻ തോന്നിയതെന്തേ ചണ്ഡി, ദിക് ദിക് അത്യന്തം ക്രൂരചിത്തം നാരികൾക്കെല്ലാം. വനദേവതമാരെ പരിപാലിച്ചുകൊള്ളുവിൻ, മനുവംശാധീശ്വര ഭക്തിയ വഴി പോലെ. ദേവിയെ ദേവകളെ ഭാരമേൽപ്പിച്ചു മന്ദം പൂർവജം തന്നെ കാൺമാൻ നടന്നു സൗമിത്രിയും. അന്തരം കണ്ടു ദശകന്ധരൻ മദനവാണാന്തനായി അവതരിച്ചിടിനാൻ അവനിൽ. ജഡവും വൽക്കലയും ധരിച്ചു സന്യാസിയായി ഉടജാങ്കണേ വന്നു നിന്നിതു ദശസ്യനും. ഭിക്ഷുവേഷത്തെ പൂണ്ട രക്ഷോനാഥനെ കണ്ടു തൽക്ഷണം മായാ സീതാദേവിയും വിനീതയായി നത്വാ സംപൂജ ഭക്ത്യാ ഫലമൂലാദികളും ദത്വാ. സ്വാഗതവാക്യമുക്വാ പിന്നെയും ചൊന്നാൾ, അത്രയവ ഫലമൂലാദികളും ഭുജിച്ചുകൊണ്ടിത്തിരി നേരം ഇരുനീടുകഥ പോനിധേ. ഭർത്താവരും ഇപ്പോൾ തൽപ്രിയമെല്ലാം ചെയ്യും, ക്ഷുത്രണാദിയും തീർത്തു വിശ്രമിച്ചാലും ഭവാൻ. ഇത്തരം മായാദേവി മുഗ്ധാലാപങ്ങൾ കേട്ട് സത്തരം വിക്ഷരൂപി സസ്മിതം ചോദ്യം ചെയ്താൻ. കമലവിലോചനെ കമനീയാങ്കി നെയ്യാരോമലെ ചൊല്ലിയിടു നിൻ കമിതാവരെന്നതും. നിഷ്ഠൂരജാതികളാം രാക്ഷസാദിയായ ദുഷ്ടജന്തുക്കളുള്ള കാനനഭൂമി തന്നിൽ നീയോരു നാരീമണി താനേ വാഴുന്നതെന്തോരു ആയുധപാണികളുമില്ലല്ലോ സഹായമായി. തന്നെ പരമാർത്ഥമൊക്കവേ പറഞ്ഞാൽ ഞാനും എന്നോട് പരമാർത്ഥം പറയുന്നുണ്ടു താനും. മേദിനി സ്വതയത് കേട്ടുര ചെയ്തിടിനാൾ. മേദിനീപതി വരനാം അയോധ്യാധിപതി വാട്ടമില്ലാതെ ദശരഥനാം നൃപാധിപ ജ്യേഷ്ഠനന്ദനായുള്ള രാമൻ അത്ഭുതവീര്യൻ തന്നുടെ ധർമ്മഭക്തി ജനകാത്മജ ഞാനോ. ധന്യനാമനുജനും ലക്ഷ്മണനെന്നു നാമം. ഞങ്ങൾ മൂവരും പിതരാജ്ഞയാ തപസിനാ ഇങ്ങ് വന്നിരിക്കുന്നു ദണ്ഡകവനം തന്നിൽ. 14 ആണ്ടു കഴിവോളം വേണം താനും അതിനോ വാർത്തിരുന്നിടുന്നു സത്യമെന്നറിഞ്ഞാലും. നിന്തിരുവടിയെ ഞാൻ അറിഞ്ഞീലയതും പുനരെന്തിനായെഴുന്നള്ളി ചൊല്ലണം പരമാർത്ഥം. എങ്കിലോ കേട്ടാലും നീ മംഗലശീലേ ബാലേ പങ്കജവിലോചനെ പഞ്ചബാണാധിവാസ്. പൗലസ്തനയനാം രാക്ഷസ രാജാവു ഞാൻ, ത്രൈലോകത്തിങ്കൽ എന്നെ ആരറിയാതെയുള്ളൂ. നിർമ്മലെ കാമപരിതപ്തനാ ചമഞ്ഞു ഞാൻ നിൻ മൂലം, അതിനു നീ പോരണം മയാസാഖം. ലങ്കയാം രാജം വാനോർനാട്ടിലും മനോഹരം കിങ്കരനായിന്തവലോകസുന്ദരിനാഥേ. താപസവേഷം പൂണ്ട രാമനാലിന്ദുബലം താപം ഉൾക്കൊണ്ടു കാട്ടിൽ ഇങ്ങനെ വസിക്കേണ്ട. ശരണാഗതനായ എന്നെ നീ ഭജിച്ചാലും അരുണാചരി മഹാഭോഗങ്ങൾ ഭുജിച്ചാലും. രാവണവാക്യമേവം കേട്ടതി ഭയത്തോടും ഭാവവൈവർണ്യം പൂണ്ടു ജാനകി ചൊന്നാൾ മന്ദം. കേവലമടുത്യുത മരണം എനക്കിപ്പോൾ ഏവം നീ ചൊല്ലുന്നാകിൽ, ശ്രീരാമദേവൻ തന്നാൾ സോദരനോടും കൂടി വേഗത്തിൽ വരുമിപ്പോൾ. മേദിനീപതി മമാ ഭർത്ര ശ്രീരാമചന്ദ്രൻ. തൊട്ടുകൂടുമോ ഹരിഭക്തിയെ സസത്യന്, കഷ്ടമായുള്ള വാക്കു ചൊല്ലാതെ മൂഢാത്മാവേ. രാമബാണങ്ങൾ കൊണ്ടോ മാരിടം വളർന്നു നീ ഭൂമിയിൽ വീഴുവാനുള്ള കാരണം ഇത് നൂനം. ഇങ്ങനെ സീതാവാക്യം കേട്ടു രാവണനേറ്റം തിങ്ങിടും ക്രോധം പൂണ്ടു മോക്ഷിതനായ നേരം. തന്നുടെ രൂപം നേരെ കാട്ടിനാൻ മഹാഗിരി സന്നിപം ദശാനനം 20 മഹാഭുജം.
അഞ്ജനാശൈലാകാരം കാണായ നേരമുള്ളിൽ അഞ്ജസ ഭയപ്പെട്ടു വനദേവതമാരും. രാഘവഭക്തിയെയും പെരിയിലെടുത്ത് വെച്ച ആകാശമാർഗേ ശീഘ്രം പോയി ശസ്യനും. ഹാഹാ രാഘവ രാമ സൗമിത്രേ കാരുണ്യാബ്ധേ ഹാഹാമൽ പ്രാണേശ്വര പാഹിമം ഭയാതുരം. ഇത്തരം സീതാവിലാപം കേട്ട് പക്ഷീന്ദ്രനാം സത്തരമുത്താനം ചെയ്തെത്തിനഞ്ചടായുവും. തിഷ്ടതിഷ്ടഗ്രേ മമ സാമിതൻ പത്നിയെയും കട്ടുകൊണ്ടിവിടേക്ക് പോകുന്നു മൂടാത്മാവ്. അദ്വരത്തിങ്കൾ ചെന്ന് ശുനകൻ മന്ത്രം കൊണ്ട് ശുദ്ധമാം പുരോടാസം കൊണ്ടുപോകുന്ന പോലെ പദ്ധതി മധ്യേ പരമോദ്ധത ബുദ്ധിയോടും ക്രുദ്രരാജനുമൊരു പത്രവാനായുള്ളോരോ ക്രുദ്രരാജനെ പോലെ ബദ്ധവൈരത്തോടതി ക്രുദ്ധന പക്ഷിനായകനുടെ പക്ഷങ്ങൾ ഛേദിച്ചപ്പോൾ അക്ഷിതി തന്നിൽ വീണിട്ടക്ഷമനായിട്ടവൻ. രക്ഷോ നായകൻ പിന്നെ ലക്ഷ്മിദേവിയെയും കൊണ്ടക്ഷതചിത്തത്തോടു ദക്ഷിണ ദിക്കു നോക്കി മറ്റോരോ തെരിലേറി തെറ്റെന്ന് നടകൊണ്ടാൻ. മറ്റാരും പാലിപ്പാലിൽ ഉറ്റവരായിട്ടെന്നോർത്തിട്ടിച്ചിട്ട് വീണുന്ന കണ്ണുനീരോടും അപ്പോൾ കറ്റവാർ കുഴലിയാം ജാനകി ദേവിതാനും ഭർത്താവ് തന്നെ കണ്ട് വൃത്താന്തം പറഞ്ഞൊഴിഞ്ഞുത്തമനായ നിന്റെ ജീവനും പോകായയെന്ന് പൃഥ്വിപുത്രിയും വരാം പത്രരാജന നൽകി പൃഥ്വിമണ്ഡലമകന്നാശമേൽപോട്ടുപോയാൾ. അയ്യോ രാഘവ ജഗന്നായക ദയാനിധേ, നീ എന്നെ ഉപേക്ഷിച്ചതെന്തു കാരണം നാഥ? രക്ഷോ നായകൻ എന്നെ കൊണ്ടിതാ പോയിടുന്നു, രക്ഷിതാവായിട്ടാരുമില്ല എനിക്കയ്യോ പാപം. ലക്ഷ്മണ നിന്നോട് ഞാൻ പരഷം ചൊന്നേനല്ലോ, രക്ഷിച്ചു കൊള്ളണമേ ദേവരാ ദയാനിധേ. രാമ രാമാത്മാ രാമ ലോകാഭിരാമ രാമ ഭൂമിദേവിയം എന്നെ വെടിഞ്ഞാളത് കാലം. പ്രാണവല്ലഭ പരിത്രാഹിമാം ജഗൽപഥേ, കൗണവാദിവൻ എന്നെ കൊന്ന ഭക്ഷിക്കും മുമ്പ് സത്തരം വന്ന് പരിപാലിച്ചു കൊള്ളണമേ. സത്വചേതസാ മഹാസത്വവാരിതേ നാഥ, ഇത്തരം വിലപിക്കും നേരം ശീഘ്രം രാമഭദ്രൻ ഇങ്ങെത്തുമെന്ന ശങ്കയാൽ നക്തഞ്ചരൻ ചിത്തവേഗേന നടന്നിടിനാനതു നേരം. പൃഥ്വിപുത്രിയും കീഴ്പോട്ടാസു നോക്കുന്ന നേരം അദ്രീനാഥഗ്രേ കണ്ടു പഞ്ചവാനരന്മാരെ വിദ്രുതം വിഭൂഷണ സഞ്ചയമഴിച്ചുതൻ ഉത്തരീയാർദ്രകണ്ഠം കൊണ്ടു ബന്ധിച്ചു. രാമഭദ്രന് കാണാൻ യോഗം വരികയെന്ന് അകതാരിൽ സ്മൃത്വ കീഴ്പോട്ട് നിക്ഷേപിച്ചതു സീതാദേവി. മത്തനാ നക്തഞ്ചരൻ അറിഞ്ഞീലതമപ്പോൾ അബ്ദിയുമുത്തീര്യാതൻ പത്തനം ഗത്വാ തൂർണം ശുദ്ധാന്തമധ്യേ മഹാശോകാനനദേശേ ശുദ്ധഭൂതലെ മഹാശിംസവാതരുമൂലെ ഹൃദ്യമാരായ നിജരക്ഷോ നാരികളെയും നിത്യവും പരിപാലിച്ചു കൊള്ളുകെന്നുറപ്പിച്ചുതൻ വസ്തവ്യമുൾപ്പൊക്കോ വസിച്ചിടിനാൻ ദശാനനൻ. ഉത്തമോത്തമയായ ജാനകി ദേവി പാതിവൃത്യമാശ്രിത്യ വസിച്ചിടിനാൾ അതുകാലം. വസ്ത്രകേശാദികളോ അത്രയും മലിനമായി വക്രവും കുമ്പിട്ടു സന്തപ്തമാം ചിത്തത്തോടും രാമരാമേതി ജവധ്യാന നിഷ്ഠയാ ബഹുയാമിനീ ചരകുലനാരികളുടെ മധ്യേ നീഹാര സീതാതാപവാദ പീഡയും സഹിച്ച് ആഹാരികളേതും കൂടാതെ ദിവാരാത്രം ലങ്കയിൽ വസിച്ചതാതങ്കം ഉൾക്കൊണ്ട് മായാസങ്കടം മനുഷ്യജന്മത്തിങ്കൽ ആർക്കില്ലാത്തൂ. രാവണൻ തന്റെ സഹോദരിയായ ശൂർപ്പണയൊക്കെ സംഭവിച്ചതായ അംഗഭംഗമൊക്കെ കണ്ട് ഏതായാലും ഇതിന് പരിഹാരം ചെയ്യണമെന്ന് ഉറച്ചുകൊണ്ട് സീതയെ തന്റെ സ്വന്തമാക്കാനുള്ള ആഗ്രഹത്തിൽ അവിടെ രാവണനോട് ശൂർപ്പണ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ശ്രീരാമന്റെ കൂടെയുള്ളതായ സ്ത്രീയെ അവൾ നിന്റെ ഭാര്യയായാൽ നന്നാകും. അത് കേട്ടിട്ട് സീതയെ മോഹിച്ചിട്ടാണ്. എന്താണ് കാരണം, എങ്ങനെയാണ് രാമനോട് എതിർക്കുക, സീതയെ എങ്ങനെ കൊണ്ടുവരാമെന്നൊക്കെ ചിന്തിച്ചു. കുറെ ആലോചിച്ചിട്ടപ്പോഴാണ് ശ്രീരാമൻ ദൈവമാണെന്നൊക്കെ അറിയാം. ഏതായാലും
ശ്രീരാമനോട് വിദ്വേഷ ബുദ്ധിയോടുകൂടിയാണ് രാവണന്റെ സമീപനം. എന്ത് വേണമെന്ന് ചിന്തിച്ചിട്ടാണ് അദ്ദേഹം പിന്നീട് രാത്രി സമയത്ത് ആരോടും ഒന്നും പറയാതെ മാരീചന്റെ ആശ്രമത്തിലേക്ക് ചെന്നു. അവിടെ ചെല്ലുമ്പോഴാകട്ടെ മാരീചനാകട്ടെ ജടാപലക്രങ്ങൾ ധരിച്ചുകൊണ്ട് രാമരാമയെ ജപിച്ചുകൊണ്ട് ശ്രീരാമനെ ധ്യാനിച്ചുകൊണ്ട് അവിടെ മൗനിയായിട്ട് കഴിയുകയാണ്. പെട്ടെന്ന് തന്റെ മുന്നിൽ വന്നു ചേർന്ന് രാവണനെ കണ്ടപ്പോൾ പരിഭ്രമിച്ചിട്ട് എഴുന്നേറ്റ് എന്താണ് വന്നതിന്റെ കാരണം അന്വേഷിച്ചപ്പോൾ രാവണൻ പറഞ്ഞു, എനിക്ക് ഒരു പ്രത്യേക ഘട്ടത്തിൽ നീ അല്ലാതാരും സഹായമായിട്ടില്ല. നീ ആരുമില്ല, എനിക്ക് നിന്നെ പോലെ മുട്ടുന്നേരം ദശരഥരാജാവിന്റെ മകനാണ്ട് ശ്രീരാമൻ, അനുജനായ ലക്ഷ്മണൻ, ഭാര്യയായ സീത ഇവരൊക്കെ വന്നിട്ട് കാട്ടിൽ ദണ്ഡകാരണ്യത്തിൽ കഴിയുന്നുണ്ട്. അതില് എൻ്റെ സഹോദരിയായ ശൂർപ്പണഖയുടെ നാസികാകുജങ്ങളും കർണവും ഛേദിച്ചിട്ടുണ്ടായിരുന്നു. അതിന് ശ്രീരാമനെ എതിർക്കാൻ വേണ്ടി ഗരം തുടങ്ങിയ ആളുകൾക്ക് പോയി, ഗരതോട ശസ്ത്രാക്കൾ പോയി, അവരെയും കൊന്നു. ഏതായാലും ആ സീതയെ എനിക്ക് കൊണ്ടുവരേണ്ടതായിട്ടുണ്ട്. തൽ പ്രാണേശ്വരിയ ജാനകി തന്നെ ഞാനും ഇപ്പോഴേ കൊണ്ടിങ്ങ് പോന്നിടുവൻ. അതിന് സൂത്രത്തിലേ നടക്കുകയുള്ളൂ. അതിനാൽ നീ സ്വർണ്ണ നിലത്തുള്ളൊരു മാനായിട്ട് മാറണം. എന്നിട്ട് വല്ല തരത്തിലും പോയിട്ട് സീതയെ മോഹിപ്പിക്കുക. ഇതൊക്കെ കേട്ടപ്പോൾ മാരീചൻ പറഞ്ഞു, ആരാണ് നിനക്ക് സ്വതം നാശത്തിൻ്റെതായി വഴി പറഞ്ഞു തന്നത്? അവൻ നിന്റെ ശത്രു തന്നെയാണ്. ഞാൻ നല്ല കാര്യം നിനക്ക് പറഞ്ഞു തരാം. നീ ചെയ്യാൻ വേണ്ടി പോകുന്ന പ്രവർത്തി നല്ലതൊന്നുമല്ല. ശ്രീരാമനിൽ ഭയപ്പെട്ടാണ് ഞാൻ കഴിയുന്നത്. ശ്രീരാമനുള്ള ഭയം കൊണ്ട് രാ എന്ന് പറഞ്ഞ അക്ഷരങ്ങൾ പോലും കേൾക്കുമ്പോഴത്തേന് എനിക്ക് ഭയമാകും. രാമചന്ദ്രനുള്ള വീതി കൊണ്ട കഥാനിൽ മാമകെ രാജ രത്ന രമണീ രഥാധികൾ കേൾക്കുമ്പോൾ അതിഭീതനായ ഞാനോ. നീ രാക്ഷസ നീ എപ്പോഴും പരിപാലിച്ചുകൊള്ളുക. ശ്രീരാമൻ സാക്ഷാൽ മഹാവിഷ്ണുവാണ്. ഈ കഥകളിൽ നാരദമഹർഷി പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞു. പണ്ട് ബ്രഹ്മാവ് പ്രാർത്ഥിച്ച ഫലമായിട്ട് രാവണ വധത്തിന് വേണ്ടിയാണ് അത്രേ ശ്രീരാമനായിട്ട് അവതരിച്ചിരിക്കുന്നത്. എത്രയും കാരുണികനാണ് ശ്രീരാമൻ. ശ്രീരാമനെ ഭജിക്കാണ് വേണ്ടതെന്നൊക്കെ പറഞ്ഞപ്പോൾ രാവണൻ പറഞ്ഞു, നീ പറഞ്ഞ സത്യമാണ്, എനിക്കറിയാം, സാക്ഷാൽ മഹാവിഷ്ണുവാണ് ശ്രീരാമനായിട്ട് വന്നത്. എന്നെ കൊല്ലാൻ വേണ്ടിയാണ് രാമനായിട്ട് അവതരിച്ചത് എങ്കിൽ അത് മാറ്റാൻ നമുക്കൊന്നും സാധ്യമല്ലല്ലോ. അതിനാൽ എന്ത് വന്നാലും ഞാൻ അടങ്ങില്ല. എനിക്ക് മൈഥിലിയെ കൊണ്ടുവരണം, അതിന് നീ മാനായിട്ട് പോകണം എന്നൊക്കെ പറഞ്ഞ് പ്രലോഭിപ്പിച്ചപ്പോൾ മാരീചൻ പറഞ്ഞു, നിന്റെ ഉത്തരവ് ഞാൻ അനുഷ്ഠിക്കുന്നത് എന്റെ സൽഗതിക്കെന്നറിയുക എന്ന് പറഞ്ഞുകൊണ്ട് പുറപ്പെടുകയാണ്. ദുഷ്ടന്മാരുടെ ആയുധമേറ്റ് മരിക്കുന്നതിനേക്കാൾ ഭേദം അതാണ് എന്ന് പറഞ്ഞുകൊണ്ട് മനോഹരമായ മാന്റെ വേഷം കലർന്നുകൊണ്ട് സീതയെ മോഹിപ്പിക്കാൻ വേണ്ടി രാവണൻ ചാരുപുള്ളികൾ വെള്ളി കൊണ്ട് നേത്രങ്ങളും രണ്ടും നീലക്കൽ കൊണ്ട് ചേർത്ത് മുഗ്ധഭാവത്തോടെ പല ചേഷ്ടകളും കാട്ടിക്കൊണ്ട് കാട്ടിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുക, കുറേങ്ങെത്തുമ്പോൾ തിരിഞ്ഞു നോക്കുക. അങ്ങനെയൊക്കെ കാട്ടിലൂടെ തുള്ളിച്ചാട്ട് നടക്കുമ്പോഴാണ് സീതാദേവി കാണാനിടയായത്. സീതാദേവിക്ക് ഈ പൊൻനിറമുള്ള മാനിനെ കണ്ടപ്പോൾ വളരെ അത്ഭുതം തോന്നി. ഈ സമയത്ത് തന്നെ ശ്രീരാമൻ സീതയോട് പറയുന്നുണ്ട്, ഇപ്പോൾ നിന്നെ കൊണ്ടുപോകാൻ വേണ്ടി സാക്ഷാൽ രാവണൻ വിഷ്ണുരൂപത്തിൽ വരും. അതിനാൽ കാര്യം ചെയ്യണം, നീ വന്യമണ്ഡലത്തിൽ മറിഞ്ഞിരിക്കുക, മായാസീതയെ പർണശാല നിർത്തുക. ഏതായാലും രാവണവധം കഴിയുന്നവർ നീ വന്യമണ്ഡലത്തിൽ മറിഞ്ഞിരിക്കണം എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ മായാസീതയാണ് ഇപ്പോൾ ആ ആശ്രമത്തിലുള്ളത്. മായാസീത ശ്രീരാമനോട് പറഞ്ഞു, ഭർത്താവെ കണ്ടിയല്ലയോ, കനകമരം എത്രയും ചിത്രം, മനോഹരമായ മൃഗത്തെ കാണുന്നില്ലേ, അത് എനിക്ക് കിട്ടിയാൽ തിരക്ക് ഉള്ളായിരുന്നു പറഞ്ഞു. ഈ സമയത്ത് രാഘവൻ ലക്ഷ്മണോട് പറഞ്ഞു, നീ കാത്തുകൊള്ളുക വേണം, സീതയെ അവൾക്കൊരു ഭയവും ഉണ്ടാകാതെ
എന്ന് പറഞ്ഞ് മാനിനെ പിടിക്കാൻ വേണ്ടി പോയി. മാനാകട്ടെ അടുത്ത് ചെല്ലുമ്പോൾ വളരെ വേഗം ഓടിപ്പോകും, കുറച്ചൊക്കെ എത്തുമ്പോൾ ആദ്യം നിൽക്കും. ഇങ്ങനെ തന്നെ ഒട്ടു ദൂരത്താകുന്ന നേരം എങ്ങനെ പിടിക്കുന്നു വേഗമുണ്ടതിനേറ്റം എന്നുള്ള ആശപ്പെട്ടു രാഘവൻ ഒരു ശരം നന്നായി തൊടുത്തു വലിച്ചു വിട്ടിയിടാൻ. പെട്ടെന്നൊരു ശരം അങ്ങ് തൊടുത്ത് വിട്ടു. അത് മാനിന്റെ ശരീരത്തിൽ കൊണ്ടു. മാൻ അവിടെ മറിഞ്ഞു വീണു. വൻമല പോലെ ഒരു രാക്ഷസവേഷം പൂണ്ടാൻ. അപ്പോൾ ശ്രീരാമൻ ലക്ഷ്മണൻ മാരീചൻ തന്നെ ഇത് ലക്ഷ്മണൻ പറഞ്ഞ നേരത്രി എന്ന് രഘുനാഥനം നിരൂപിച്ചു. അവിടെ അമ്പേറ്റ് വീട് സമയത്ത് മാരീചൻ ശ്രീരാമന്റെ ശബ്ദത്തിൽ നിലവിളിച്ചു, ഹാഹാ ലക്ഷ്മണ മാമ പ്രാതാവേ സഹോദര ഹാഹാമേ വിധിബലം വാഹിമാം ദയാനിധേ. ഈ ശ്രീരാമന്റെ ശബ്ദത്തിലുള്ള നിലവിളി സീത കേട്ടപ്പോൾ ലക്ഷ്മണനോട് പറഞ്ഞു, ലക്ഷ്മണ ജ്യേഷ്ഠനെന്തോ പറ്റിയിട്ടുണ്ട്, നീ പോയി നോക്കണം. ലക്ഷ്മണൻ പറഞ്ഞു, എൻ്റെ ഏട്ടന് ഒന്നും പറ്റാൻ സാധിച്ചില്ല. ആർത്തനാദം മമ ജ്യേഷ്ഠൻ ഉണ്ടായി വരിക, ആർത്തനാദവും മമ ജ്യേഷ്ഠൻ ഉണ്ടാകില്ല. ഇത് രാക്ഷസന്മാരുടെ മായയായിരിക്കും. ഞാനിവിടുന്ന് പോകുമ്പോൾ ഇവിടെ രാക്ഷസൻ രാജാവായ രാവണൻ വന്നിട്ട് ദേവിയെ അപഹരിച്ചു കൊണ്ടുപോകാൻ വേണ്ടിയാണ് ഇത്. ഇങ്ങനെയൊക്കെ പറഞ്ഞപ്പോഴും ജാനകിയാകട്ടെ ആ സമയത്ത് പറഞ്ഞത്, മായാസീത പറഞ്ഞത്, രക്ഷോജാതിയിൽ അത്രേ നീയും ഉണ്ടായിരുന്നവനും, നീയും രാക്ഷസരാജിൽ പറഞ്ഞിട്ടാണ് സഹോദരന്റെ നാശത്തിനാണല്ലോ നീയും ആഗ്രഹിക്കുന്നത്. ആ സഹോദരനാശം ആഗ്രഹിക്കുന്ന ഭരതന്റെ കിങ്കരനായിട്ടാണ് നീ ഇവിടെ വന്നിരിക്കുന്നത്. ഏട്ടനായ ശ്രീരാമൻ മരണപ്പെട്ടു കഴിഞ്ഞാൽ ഭാര്യ എന്നെ സ്വന്തമാക്കല്ലേ നിന്റെ ഉദ്ദേശം? അതിനൊക്കെ ഏതായാലും ഒരിക്കലും നടക്കാൻ വേണ്ടി പോകുന്നില്ല. ചേതസി ഭാര്യാഹരണോദ്യതനാ നിന്നെ സോദര ബുദ്ധിയാ ധരശീലയും ജാഗവനേതും. ശ്രീരാമനല്ലാതെ മറ്റൊരു പുരുഷൻ ഞാൻ മനസ്സങ്കല്പിക്കുക പോലുമില്ല എന്നൊക്കെ പറഞ്ഞു. ഇതൊക്കെ കേട്ടപ്പോൾ ഈ പരുഷമായ വാക്കുകളിട്ട് ലക്ഷ്മണൻ തന്റെ ചെവിരണ്ടും പൊത്തിയിട്ട് വനദേവതമാരെ സീതയെ ഏൽപ്പിച്ചുകൊണ്ട് കാട്ടിലേക്ക് പോവുകയുണ്ടായി. അങ്ങനെ സീത ആശ്രമം ഒറ്റക്കായപ്പോൾ രാവണൻ അവിടെ സന്യാസി വേഷത്തിൽ വന്നു ചേർന്നു. സീതയാകട്ടെ സന്യാസിയെ സ്വീകരിച്ചിരുത്തിയിട്ട് ചോദ്യം ചെയ്തു. ആ സമയത്ത് രാവണൻ പറഞ്ഞു, നീ ആരാണ്? ഈ കാട്ടിലിങ്ങനെ സുന്ദരിയാ, നീ ഇവിടെ വരാൻ എന്താണ് കാരണം? നിന്റെ സഹായമായിട്ട് ആയുധപാണികളായിട്ട് ആരും തന്നെ കൂടി ഇല്ലല്ലോ. നിന്റെ പരമാർത്ഥമൊക്കെ എന്നോട് പറയണമെന്ന് പറഞ്ഞു. സീത പറഞ്ഞു, ഞാൻ ദശരാജാവായ ശ്രീരാമന്റെ ഭാര്യയാണ്. ഞാനിങ്ങനെ കാട്ടിൽ അച്ഛൻ്റെ ആത്മപ്രകാരം നമ്മൾ കാട്ടിലേക്ക് വന്നതാണ്. 14 വർഷം കാട്ടിൽ കഴിയണം. ഇതാണ് അവസ്ഥ. എനിക്ക് സന്യാസി ശ്രേഷ്ഠനായ താങ്കൾ ആരാണെന്ന് മനസ്സിലായല്ലോ എന്ന് പറഞ്ഞപ്പോൾ രാവണൻ പറഞ്ഞു, പൗലസുതനായ രാക്ഷസ രാജാവു ഞാൻ. എന്നെ അറിയാത്തവരായിട്ടുമില്ല, ആരും ഇല്ല. ഞാൻ നിന്നിൽ കാമപരിതപ്തനാ ചമഞ്ഞിരിക്കുകയാണ്. നീ എൻ്റെ കൂടെ വരണം. ലങ്ക്യാൻ രാജം വാനോർ നാട്ടിലും മനോഹരം. ഞാൻ നിന്റെ കിങ്കരനായിട്ട് കഴിയാം എന്നൊക്കെ പറഞ്ഞ് രാവണൻ സീതയെ പ്രലോഭിപ്പിച്ചപ്പോൾ സീത പറഞ്ഞു, നിനക്ക് മരണമെടുത്തുകൊണ്ടാണ് നിനക്ക് ഇങ്ങനെയൊക്കെ പറയാൻ വേണ്ടി തോന്നുന്നത്. എൻ്റെ ഭർത്താവ് ശ്രീരാമൻ സഹോദരൻ ലക്ഷ്മണോട്ട് ഇപ്പോൾ വരും. ഹരിഭക്തിയെ തൊട്ടുകൂടുമോ? ഹരിഭക്തിയെ ശശത്തിന്, ഹരിഭക്തിയെ മുയലിന് തൊടാൻ വേണ്ടി സാധിക്കുമോ? നീ ഇങ്ങനെയൊക്കെ ആഗ്രഹിക്കുന്നത് രാമബാണത്താൽ നിന്റെ മരണം പെടുന്ന ഭൂമിയിൽ മരിക്കാൻ കാരണമാകും. ഇതൊക്കെ കേട്ടപ്പോൾ രാവണൻ കോപം വന്നു. പെട്ടെന്ന് തന്റെ ശരിയായ രാക്ഷസരൂപം വർണ്ണിപ്പിച്ചു. മഹാഗിരിസന്നിഭം ദശാനനം വിംശതി മഹാഭുജം. അഞ്ജനാശൈലാകാരം പോലുള്ളതായ രാവണ്യ ഭയാനകമായ രൂപം കണ്ടപ്പോൾ വനദേവതമാർ പോലും ഭയപ്പെട്ടു. എന്ത് പറയുന്നു? സീതയെ തേരിലെടുത്തുകൊണ്ട് ആകാശമാർഗത്തിലൂടെ രാവണൻ പോവുകയാണ്. ഈ സമയത്ത് സീതയാകട്ടെ വിലപിച്ചുകൊണ്ട് ഹാഹാ രാഘവ എന്ന് പറഞ്ഞ് വിലപിച്ചു. സീതയുടെ ആ വിലാപം കേട്ടപ്പോൾ പക്ഷീന്ദ്രനായ ജടായു വന്നു ചേർന്നു. ജടായു ആകട്ടെ രാവണ തടസ്സെത്തിക്കൊണ്ട് എൻ്റെ സ്വാമിയായ ശ്രീരാമചന്ദ്രന്റെ ഭാര്യ അപകരിച്ചുകൊണ്ട് എവിടേക്കാണ് പോകുന്ന പറഞ്ഞിട്ട് യുദ്ധം ചെയ്തു. ആ സമയത്താകട്ടെ യുദ്ധം ചെയ്തപ്പോൾ യാതൊരു പാരവശം വന്നതായ രാവണനാകട്ടെ അവസാനം തന്റെ ചന്ദ്രകാസം എടുത്തിട്ട് ജടായുവിനെ മർദ്ദിക്കുകയുണ്ടായി. ധാത്രിയപുത്രിയെ തത്ത ധാത്രിയെ നിർത്തി പുനരോർത്തു തൻ ചന്ദ്രകാസം മുളക്കിയ ലഘുതരം. അങ്ങനെ പക്ഷിയുടെ ചിറകുകൾ ഛേദിക്കപ്പെട്ടു. ചിറക് നഷ്ടപ്പെട്ടതായ ജടായു ഭൂമിയിൽ വീഴുകയുണ്ടായി. സീത എടുത്തുകൊണ്ട് ആകാശത്തിലൂടെ രാവണൻ പോവുകയാണ്. ആ സമയത്ത് സീതാദേവിയാകട്ടെ ദുഃഖത്തോടുകൂടെ ജടായുവോട് പറഞ്ഞു,
എൻ്റെ ഭർത്താവായ ശ്രീരാമനെ കണ്ട് എൻ്റെ വിവരം പറഞ്ഞതിന് ശേഷം മാത്രമേ എൻ്റെ ജീവൻ പോകുമെന്ന് അനുഗ്രഹിക്കുകയുണ്ടായി. ഈ സമയത്ത് സീതാദേവിക്ക് ലക്ഷ്മണോട് പറഞ്ഞ കാര്യത്തിൽ പശ്ചാത്താപം തോന്നിയിട്ട് പലതും പറഞ്ഞു. ലക്ഷ്മണ, ഞാൻ പലതും നിന്നെപ്പറ്റി മോശമൊക്കെ പറഞ്ഞല്ലോ, ക്ഷമിക്കണം, എന്നെ വന്ന് രക്ഷിക്കുകയാണ് വേണ്ടതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവൾ പലതരത്തിലും പ്രാർത്ഥിച്ചു. ആകാശത്തൂടെ പോകുമ്പോൾ പെട്ടെന്നാണ് താഴെ ഒരു പർവ്വതത്തിൻ്റെ മുകളിൽ കുറേ വാനരന്മാരെ കണ്ടപ്പോൾ തൻ്റെ ആഭരണങ്ങളൊക്കെ ഒരു പട്ടിൽ പൊതിഞ്ഞിട്ട് സീതാദേവി അത് വാനരന്മാർ കാണാൻ താഴേക്ക് നിക്ഷേപിച്ചു. പക്ഷേ ആ സമയത്ത് രാവണൻ ഇതൊന്നും കണ്ടിട്ടുണ്ടായില്ല. അങ്ങനെ സീതയെ കൊണ്ടുപോയിട്ട് തൻ്റെ കൊട്ടാരത്തിൽ ദശാനനൻ കൊട്ടാരത്തിൽ കൊണ്ട് പ്രാർത്ഥിക്കുകയുണ്ടായി. അവിടെ മറ്റ് രാക്ഷസ സ്ത്രീകളോട് പരിപാലിപ്പിക്കാൻ വേണ്ടി പറഞ്ഞുകൊണ്ട് താമസിപ്പിക്കുകയുണ്ടായി. സീതയാകട്ടെ അവിടെ ഉത്തമോത്തമയായ ജാനകി ദേവി പാതിവ്രത്യമാശ്രിത്യ വസിച്ചിട്ടുള്ളത് കാലം വളരെ മലിനമായ വസ്ത്രത്തോടുകൂടി സദാസമയത്തും മുഖം കുനിച്ചിരുന്നു കൊണ്ട് ദുഃഖത്തോടുകൂടി രാമരാമേതി ജപിച്ചുകൊണ്ട് ആ രാക്ഷസിമാരുടെ മധ്യത്തിൽ സീതാദേവി ആഹാരങ്ങളും നിദ്രയും ഒന്നുമില്ലാതെ രാവും പകലും അങ്ങനെ ദുഃഖത്തോട് കഴിഞ്ഞു വരികയാണ് ചെയ്തത്. ഈ സമയത്ത് അന്വേഷിച്ചുപോയ ശ്രീരാമൻ അവിടെ ലങ്കയിൽ സീതാദേവി കഴിഞ്ഞു വന്നപ്പോൾ അവിടെ പറയുന്നത്, ലങ്കയിൽ വസിച്ചത് ആതങ്കം ഉൾക്കൊണ്ട് മായാസങ്കടം മനുഷ്യജന്മത്തെങ്കിൽ ആർക്കില്ലാത്തതു, മനുഷ്യനായി പിറന്നാൽ എന്തൊക്കെ ദുഃഖങ്ങളാണ് അനുഭവിക്കേണ്ടി വരിക എന്ന് പറഞ്ഞുകൊണ്ടാണ് അവിടെ ആ ഭാഗം അവസാനിച്ചിരിക്കുന്നത്. നമസ്കാരം.